ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. എസ്രായുടെ പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ 21-ാം വാക്യം അവസാനിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ കാണുന്നു. അവിടെ ഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുള്ളത്, പ്രവാസത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് ഒരു മടങ്ങിവരവ് ദൈവം കൊടുത്തപ്പോൾ ജാതീയ രാജാക്കന്മാരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ, അല്ലെങ്കിൽ ഇസ്രയേലിനെ, ദൈവത്തിന്റെ ജനത്തെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി, പാലസ്തീനിലേക്ക് മടങ്ങിപ്പോയി അവിടെ ദേവാലയം വീണ്ടും പണിയുവാനും പഴയതുപോലെ ആരാധനക്രമങ്ങളൊക്കെ ക്രമീകരിക്കുവാനും രാജാക്കന്മാർ മുഖാന്തരം അവർക്കൊരു അനുവാദം ലഭിച്ചതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. അർത്ഥശിഷ്ട്ര രാജാവിന്റെ കാലത്ത് എസ്രാ പുരോഹിതൻ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിലെ ശാസ്ത്രിയായിരുന്നു ഈ എസ്രാ എന്ന് പറയുന്ന മഹത് വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ജനത്തിന്റെ ആദ്യത്തെ പുറപ്പാട് അവിടെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയിരുന്ന ഒരുപാട് വിലയേറിയ വസ്തുക്കളുമായി മടങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കുവാൻ. അപ്പോൾ ഈ അർത്ഥശിഷ്ട രാജാവ് എസ്രയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് സമ്പത്തും വലിയ ജനവും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ആയി ഇങ്ങനെ പോവുകയാണല്ലോ, ദൂരയാത്ര ചെയ്ത് കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ ആണല്ലോ പോകുന്നത്. അപ്പോൾ വഴിയിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? പ്രതിസന്ധികൾ ഉണ്ടാകും. വഴിയിൽ പതിയിരുപ്പുകാരുണ്ട്, കൊള്ളക്കാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് സൈന്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈനികരെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവരെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എസ്രാ ഇങ്ങനെ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് രാജാവിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കേണ്ടതിന് കുതിരച്ചേവരെയും മറ്റും രാജാവിനോട് പടയാളികളെ ചോദിപ്പാൻ എസ്രാ എന്ത് ചെയ്തു? മടിച്ചു. കാരണം പറഞ്ഞുപോയി, ദൈവം ഞങ്ങളെ കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞുപോയി. നമ്മളൊന്നും പറയുന്ന പോലെ നമ്മളിന്ന് പറയാം ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറയും, പക്ഷെ നമ്മൾ വേറെ കരുതൽ, നമ്മളതായിട്ടുള്ള കരുതലിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നമ്മളുടെ പലരുടെയും ജീവിതാനുഭവങ്ങൾ കൂടെ നമുക്കറിയാം. നമ്മൾ പറയും, പക്ഷെ നമുക്ക് ആ പ്രവൃത്തിയില്ല. പക്ഷെ എസ്ര അങ്ങനെയല്ലായിരുന്നു. പറഞ്ഞു, ദൈവം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതും. അപ്പോഴും ഉള്ളിൽ ഭയം. ഞാനിങ്ങനെ പറഞ്ഞു രാജാവിനോട്, എനിക്ക് പടയാളികളെ കുതിരച്ചേവരെ ചോദിക്കാനും പറ്റുകയില്ല. അനവധി സമ്പത്തും വിലയേറിയ സമ്പത്തുമായിട്ടാണ് ഞാൻ മടങ്ങിപ്പോകുന്നത്. ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അഹവാറ്റിന്റെ അരികിൽ വെച്ചൊരു വലിയ ഉപവാസം കൊണ്ട്. ഉപവാസത്തിന്റെ ശക്തിയാണ് അവിടെ കാണുന്നത്. ദൈവത്തിന്റെ ജനമേ, ഇപ്പോൾ ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവജനത്തിന്റെ ഇടയിൽ ഒരു പഴഞ്ചൻ അനുഭവമായി തീർന്നിരിക്കുന്നു. ഇന്ന് ഏത് പെന്തക്കോസ്തുകാരിൽ 90% ആൾക്കാർക്ക് ഉപവാസം എന്ന് പറയുന്നത് അവരതിന് ഒരു പക്ഷെ അതിന്റെ വില അറിയാവുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനറിയാം. ഉപവാസം എന്ന് പറയുന്നത് സ്വർഗസിംഹാസനം വിട്ട് താഴേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും നല്ല ഒരു 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 ദൈവികമായ മർമ്മമാണ് ഒരു ദൈവത്തിന്റെ പൈതൽ ഭൂമിയിൽ ഉപവസിക്കുക എന്നുള്ളത്. കർത്താവ് തന്നെ ഉപവസിച്ച് നമ്മളെ കാണിച്ചു. എന്തിനാ കർത്താവ് ഉപവസിച്ചു? 40 ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് കാണിച്ചു. നമ്മൾ മറ്റുള്ളവരോട് പറയും, അയ്യോ ഉപവസിക്കാണ്, എങ്ങനെ പോകും? 21 ദിവസം എങ്ങനെ പോകും? 40 ദിവസം എങ്ങനെ പോകും? 7 ദിവസം എങ്ങനെ പോകും? ഇതൊന്നും തളർന്നു പോയി, എനിക്ക് ആ രോഗമുണ്ട്, ഈ രോഗമുണ്ട്. ദൈവത്തിന്റെ പൈതൽ സ്വന്തം അനുഭവത്തിൽ എനിക്ക് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നാം ഉപവസിച്ചാൽ നമുക്ക് ഒരു രോഗവും നമ്മുടെ ശരീരത്തിലേക്ക് അടുത്തു വരികയില്ല. നമ്മുടെ ബലഹീനത എല്ലാം നമ്മുടെ ഉപവാസത്തിൽ ദൈവം മാറ്റുവാൻ്റെ കൊള്ളും. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നു. പക്ഷെ ഉപവസിക്കുവാനായിട്ട് പിശാച് ആരെയും സമ്മതിക്കലോ. അവനറിയാം ദൈവത്തിന്റെ ജനം ഉപവസിച്ചാൽ അവന് തോറ്റ് പിന്മാറേണ്ടി വരുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്ന ഒരു പഴഞ്ചൻ ഭാഷണമാക്കി പെന്തിക്കോസുകാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പിശാച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇന്ന് വലിയ ഉപവാസങ്ങൾ വിശുദ്ധന്മാർ ഉപവസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ജനത്തിന് അതിന് പ്രാപ്തിയില്ലാതെ ആയിത്തീരും. പറയും, എനിക്ക് വലിയ രോഗമാണ്, ആ രോഗമാണ്, ഞാൻ ഉപവസിച്ച് ചത്തുപോകും.
ഒന്നും സംഭവിക്കുകയില്ല. ഒരു കുന്തവും സംഭവിക്കുകയില്ല. നീ ദൈവസന്നിധിയിൽ നീ ഭക്ഷണമില്ലാതെ നീ ദൈവസന്നിധിയിൽ മാറി നിന്ന് നീ കണ്ണുനീരോട് കരയുമ്പോൾ ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ദൂതന്മാരുമായി ഇറങ്ങി വന്ന് നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ പൈതലേ, ആമേൻ. ഉപവാസത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് പോവുകയില്ല എന്നല്ല, ഈ വ്യാധി നിങ്ങളെ വിട്ട്, അല്ലെ ഈ പൈശാചിക ശക്തി, ഈ പോരാട്ടം നിങ്ങളെ വിട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, എസ്രയും കൂട്ടരും അവർക്ക് സൈന്യമുണ്ടായിരുന്നു, പടയാളികൾ, കുതിരച്ചേവർ, പക്ഷെ അതൊന്നും വാങ്ങിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു ബലപ്പെട്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനുമായി യെരൂശലേമിലേക്ക് യാത്ര തിരിച്ചു.